ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. മെയ് 25 മുതൽ ഇന്ത്യയിൽ ആഭ്യന്തര വിമാനയാത്ര വീണ്ടും ആരംഭിക്കുകയാണ്. അപ്പോൾ പല ആളുകളും ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ട് വിമാനമാർഗ്ഗം നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയായിരിക്കും. അവർക്കുള്ള ഒരു ചെറിയ അപ്ഡേറ്റാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തതിന് ശേഷം ഓൺലൈനായിട്ട് ഒരു ഹെൽത്ത് ഡിക്ലറേഷനും അതേപോലെ തന്നെ ചെക്ക് ഇന്നും ചെയ്യണമെന്നുള്ളത് ഇപ്പോൾ നിർബന്ധമാണ്. നിങ്ങളുടെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിൻ്റെ 48 മണിക്കൂർ മുമ്പ് മുതൽ നിങ്ങൾക്കിത് ചെയ്തു തുടങ്ങാം. അതേപോലെ തന്നെ ഫ്ലൈറ്റ് ഡിപ്പാർച്ചർ ചെയ്യുന്നതിൻ്റെ 75 മിനിറ്റ് മുമ്പ് വരെ ഇത് ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലൊരു എക്സെപ്ഷൻ ഉള്ള ആളുകളെന്ന് പറയുന്നത്, അതായത് ഇത് ചെയ്യേണ്ടതില്ലാത്ത ആളുകളെന്ന് പറയുന്നത് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന കുട്ടികളും അതേപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ആയിട്ട് യാത്ര ചെയ്യുന്ന ആളുകളും അതേപോലെ സ്ട്രക്ചറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾക്കും മാത്രമാണ് ഇതിൽ എക്സെപ്ഷൻ ഉള്ളത്. ബാക്കിയുള്ള ആളുകളൊക്കെ നിർബന്ധമായിട്ടും ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്തിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു ചെറിയ രൂപമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പം നിർബന്ധമായിട്ടും ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്യേണ്ടതെന്ന് ക്വിക്കായിട്ട് കണ്ടിട്ട് വരാം. നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ള എയർലൈൻ കമ്പനിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഇൻഡിഗോയുടെ ടിക്കറ്റാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇൻഡിഗോയുടെ വെബ്സൈറ്റാണ് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമുക്കിവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും, മാൻഡേറ്ററി ചെക്കിംഗ് എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ചെക്ക് ഇൻ ചെയ്യണമെന്നുള്ളത് മാൻഡേറ്ററി ആണ്. ബിഫോർ ഇത് ഓപ്ഷണലായിരുന്നു. യാത്രയുടെ 48 മണിക്കൂർ മുതൽ യാത്രയുടെ 75 മിനിറ്റ് മുമ്പ് വരെ നമുക്കിത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ എക്സെപ്ഷനുള്ള ആളുകൾ എന്ന് പറയുന്നത് മൈനറായിട്ടുള്ള ആളുകൾ, ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നവർ, പിന്നെ അതേപോലെ മെഡിക്കൽ കേസുമായിട്ട് യാത്ര ചെയ്യുന്ന പാസഞ്ചേഴ്സ്, അതേപോലെ തന്നെ സ്ട്രക്ചറിലൊക്കെ യാത്ര ചെയ്യുന്ന, അതായത് തീരെ സുഖമില്ലാത്ത ആളുകളും അതേപോലെ തന്നെ ചെറിയ ആളുകൾക്കൊക്കെയാണ് ഇതിൽ എക്സെപ്ഷൻ ഉള്ളത്. ബാക്കി എല്ലാവരും നിർബന്ധമായിട്ടും മാൻഡേറ്ററി ആയിട്ട് ഇത് ചെയ്യണം, ഓൺലൈനായിട്ട് ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മുടെ PNR കൊടുത്തിട്ട് നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് സെലക്ട് ചെയ്യണം. അപ്പോൾ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണുന്നതിനായിട്ട് നമ്മളിവിടെ PNR നൽകാം, അല്ലെങ്കിൽ നമ്മുടെ ബുക്കിംഗ് റെഫറൻസ് ID നൽകിയാലും മതി. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നിങ്ങളുടെ ടിക്കറ്റിൽ ഓൾറെഡി അതിൽ നിങ്ങളുടെ ടിക്കറ്റിൻ്റെ PNR ഉണ്ടാവും. അപ്പോൾ ആ PNR നിങ്ങൾ സെലക്ട് ചെയ്താൽ മതി, ഇവിടെ അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ നമ്മളിവിടെ PNR നൽകുന്നതോടുകൂടി അടുത്ത കോളത്തിൽ നമ്മളോട് പറയുന്നത് നമ്മുടെ മെയിൽ ID സെലക്ട് ചെയ്യാനാണ് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലാസ്റ്റ് നെയിം സെലക്ട് ചെയ്താലും മതി. അത് കൊടുത്തു കഴിഞ്ഞാൽ, അതിൽ എററൊന്നുമില്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ നെയിം ഇവിടെ അടുത്ത സെക്ഷനിൽ നമുക്ക് കാണാം. പിന്നെ അതിൽ നമ്മൾ സീറ്റ് സെലക്ട് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ സീറ്റ് സെലക്ഷന് വേണ്ടിയിട്ടുള്ള നെക്സ്റ്റ് വിൻഡോയിലേക്ക് വരാണ് വേണ്ടത്. ഇതോടുകൂടി നമുക്ക് സീറ്റുകൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു സീറ്റിൻ്റെ കോളത്തിൽ നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സീറ്റുകൾ കാണാം. അതായത് പെയ്ഡ് ആയിട്ടുള്ള സീറ്റുകളുണ്ട്, അതേപോലെ തന്നെ ഫ്രീ ആയിട്ടുള്ള സീറ്റുകളും ഇതിലുണ്ട്. അപ്പം നിങ്ങൾക്ക് സീറ്റ് സെലക്ഷന് പേ ചെയ്തിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിൽ ഫ്രീ സീറ്റും ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് ഫ്രീ ആയിട്ടുള്ള സീറ്റുകളാണ്. റുപ്പീസിൻ്റെ സിമ്പിളുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ക്യാഷ് കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ ഫ്രീ സീറ്റ് സെലക്ട് ചെയ്തിട്ട് പ്രൊസീഡ് ചെയ്യുകയാണ്. ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ സീറ്റ് സെലക്ഷനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. നമ്മൾ സീറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പ്രൊസീഡ് ചെയ്താൽ ഇപ്പോൾ നമുക്ക് സീറ്റ് നമ്പർ കാണാനായിട്ട് സാധിക്കും. ഇനി അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്കത് പെയ്ഡ് ചെയ്തിട്ടുള്ള സീറ്റാക്കാം, അല്ലെങ്കിൽ ഫ്രീ സീറ്റ് തന്നെ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ചെക്ക് ഇൻ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇതോടുകൂടി നമ്മൾ അടുത്ത ഒരു വിൻഡോയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒരു വിൻഡോയിൽ നമ്മൾ ഹെൽത്ത് ഡിക്ലറേഷനും കോണ്ടാക്റ്റ് ഡിക്ലറേഷനും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു മെസ്സേജ് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ മൊബൈൽ നമ്പറിലേക്കും അതേപോലെ തന്നെ ഇമെയിൽ അഡ്രസ്സിലേക്കും, നമ്മളിവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ അഡ്രസ്സിലേക്കുമായിരിക്കും ഈ ഒരു ബുക്കിംഗ് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ബോർഡിംഗ് പാസിൻ്റെ ഡീറ്റെയിൽസ് അവർ അയക്കുന്നത്. അപ്പോൾ ഏത് നമ്പറിലേക്കും ഏത് മെയിലിലേക്കുമാണോ നിങ്ങൾക്ക് ഈ ബോർഡിംഗ് പാസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടേണ്ടത്, ആ ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ IDയും ഇവിടെ കൊടുക്കുക. അതേപോലെ തന്നെ ഏജ് കൊടുക്കണം. ഏജ് കൊടുത്തതിന് ശേഷം നമുക്ക് താഴെ നോക്കിയാൽ നമ്മുടെ അഡ്രസ്സ് ആഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ ഉണ്ട്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ അഡ്രസ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഡെസ്റ്റിനേഷൻ അഡ്രസ്സാണ് നമ്മൾ ഇതിൽ ആഡ് ചെയ്യേണ്ടത്. അഡ്രസ്സ് ആഡ് ചെയ്തതിന് ശേഷം താഴെ നമുക്കൊരു ഡിക്ലറേഷൻ കാണാം. അതായത് നമ്മൾ കണ്ടെയ്ൻമെൻറ്റ് സോണിൽ നിന്നല്ല എന്നുള്ളത് ഡിക്ലെയർ ചെയ്യണം. അതേപോലെ തന്നെ നമുക്കൊരു സിംറ്റംസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള കാര്യം, അതായത് കോവിഡായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഞാൻ സേഫാണ്, എനിക്ക് കോവിഡ് സിംറ്റംസ് ഒന്നും ഇല്ല എന്നുള്ളൊരു ഡിക്ലറേഷനാണ്. ഇത് നിങ്ങൾ സത്യസന്ധമായി മാത്രം ഡിക്ലെയർ ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴെ കാണുന്ന എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യാണ് വേണ്ടത്. ഇതോടുകൂടി നമുക്ക് അടുത്ത വിൻഡോയിൽ നമ്മുടെ ബോർഡിംഗ് പാസ് ഇഷ്യൂ ആയിട്ട് കിട്ടും. ഇത് നമുക്ക് PDF ഫയലായിട്ട് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ചെയ്യാം.
അല്ലെങ്കിൽ നമുക്ക് പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചെക്ക് ഇൻ ബാഗേജിനായിട്ടുള്ള ബാഗേജ് ടാഗ് നമുക്ക് ഇതിൽ നിന്ന് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ചെക്ക് ഇൻ ബാഗേജ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ ടാഗ് കൂടെ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങളതിൽ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾ ആഭ്യന്തര വിമാനയാത്ര നടത്തുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പരിപൂർണമായി ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ യാത്ര ചെയ്യുന്നതിനായിട്ട് എയർപോർട്ടിലേക്ക് പുറപ്പെടുക. അപ്പോൾ എങ്ങനെയാണ് വെബ് ചെക്ക് ഇൻ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ലോക്ക്ഡൗൺ ആരംഭിച്ചത് മുതൽ നമ്മൾ ഒരുപാട് അപ്ഡേറ്റുകൾ ഈ ചാനൽ വഴി ഇമ്മീഡിയറ്റ് ആയിട്ട് നൽകുന്നുണ്ട്. ഇതേപോലെ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.